വെൽക്കം ടു ഗ്ലിറ്റ്സ് ഇന്ത്യ ഫാഷൻസ്. ഐ ആം റസീന ജമാൽ. നമ്മളിന്ന് കാണുന്നത് കുർത്തീസിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ. കാഷ്വലായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ കുർത്തീസാണ്. ബുക്കിംഗ്സ് സൈറ്റ് തന്നെ ചെയ്യുക. www.glitsindia.com സൈറ്റ് ഐ ഡി, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സൈറ്റിലെത്താൻ പറ്റും. നമ്മുടെ നമ്പേഴ്സ് വരുന്നത് 9562251075 and 8075551153. എന്തെങ്കിലും ഡൗട്ടോ കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ ഈ നമ്പേഴ്സിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത് കേട്ടോ. ഫസ്റ്റ് കുർത്തി വരുന്നത് കോട്ടൺ റയോൺ ആണ്. ഇതുപോലെ നല്ലൊരു പ്രിൻറ്റ് വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ നെക്ക് പാറ്റേൺ, നല്ലൊരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത്. സ്ലിറ്റഡ് സ്ട്രെയിറ്റ് കട്ടാണ്, വിത്ത് ലൈനിങ് ആണ് വെച്ചേക്കുന്നത് കേട്ടോ. സ്ലീവ്സിൻ്റെ എൻഡിൽ ചെറിയൊരു വൈറ്റ് കളർ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. സീം അലവൻസ് ഒക്കെ ഇട്ടിട്ട് ചെയ്തേക്കുന്ന കുർത്തിയാണ്. 780 ആണ് റേറ്റ് വരുന്നത്. നല്ലൊരു ബഡ്ജറ്റ് ബൈ കുർത്തി. വൈറ്റ് ബോട്ടം പെയർ ചെയ്യാം, അല്ലെങ്കിൽ നേവി ബ്ലൂ പെയർ ചെയ്താലും നല്ലതായിരിക്കും. സിമ്പിൾ അല്ലെങ്കിൽ സോഫ്റ്റ് ഫിനിഷിലുള്ള ഫാബ്രിക്കാണ്. ഭയങ്കര കംഫർട്ടബിൾ ആണ്. നെക്ക് പാറ്റേണൊക്കെ നല്ല ഭംഗിയാണ്. 780 റേഞ്ച്. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു പേർപ്പിൾ ഷെയ്ഡ് കോട്ടൺ റയോൺ ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. നെക്ക് നല്ല രസമുള്ളൊരു പാറ്റേൺ സെറ്റ്. ഇന്നർ പോർഷനിൽ പിൻടക്സ് കൊടുത്തേക്കാം. നല്ല ഭംഗിയുള്ള പാറ്റേൺ. സ്ലിറ്റഡ് ആണ്, വിത്ത് ലൈനിങ് ആണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് ബോട്ടം കൂടി സൈറ്റിൽ അപ്ലോഡ് ചെയ്തേക്കാം. വൈറ്റ് ബോട്ടം സ്ട്രെയിറ്റ് പാൻറ്റ് വേണ്ടവർക്ക് സ്ട്രെയിറ്റ് പാൻറ്റ് സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. ഈ സെയിം ഫാബ്രിക് അല്ല, ഞാനിപ്പോൾ പെയർ ചെയ്തേക്കുന്ന ഫാബ്രിക് അല്ല, നമ്മൾ നോർമലി ബോട്ടംസ് ചെയ്യാറില്ല ആ ഒരു ഫാബ്രിക്കിലുള്ളത് കൊടുത്തിട്ടുണ്ട്, പിക്ചർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നോക്കിയിട്ട് വേണമെങ്കിൽ ബോട്ടം കൂടി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. നല്ല കംഫർട്ടബിൾ ഫാബ്രിക്കാണ്. 780 ആണ് റേറ്റ് വരുന്നത്. ഔട്ട്ലുക്ക് വരുന്നത് എങ്ങനെയാണ്. നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ്. നെക്ക് പാറ്റേൺ കണ്ടോ, നല്ല ഭംഗിയില്ല ചെയ്തേക്കുന്ന. ആ ഒരു പൈപ്പിംഗ് കൊടുത്തിട്ട് ഫിനിഷിങ് സ്റ്റിച്ചിങ് ആണ്. സീം അലവൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. പിൻടെക്സ് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ സ്ലിറ്റഡ് ആണ്, സ്ട്രെയിറ്റ് കട്ടാണ്. ടെന്നസി ബ്രാൻഡഡ് കുർത്തിയാണ് കേട്ടോ. ചിലർ പറയാറുണ്ട് ബ്രാൻഡും കൂടി പറയണമെന്ന്, അതുകൊണ്ട് പറഞ്ഞാണ്. കാരണം ഇവിടെ കുറച്ച് ഫ്ലെയർഡ് ആയിട്ട് വന്നിട്ടുള്ളത്, അതുകൊണ്ട് കുറച്ച് വയറൊക്കെ ഉള്ളവർക്ക് നല്ലതായിരിക്കും ഈ ഒരു പാറ്റേണിലുള്ള കുർത്തി. കുറച്ച് ഫ്ലെയർ ഉള്ളൊരു പാറ്റേൺ. സ്ലീവ്സിന് എൻഡിൽ ഇതുപോലെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് ബോട്ടമാണ് കൊടുത്തേക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾക്ക് ബോട്ടം വേണമെങ്കിൽ സെപ്പറേറ്റ് വാങ്ങിക്കാം. റെഡി ടു ഡെസ്പാച്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത്. 780 ആണ് ടോപ്പിൻ്റെ റേറ്റ്. ഒരു ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വൺ ബ്ലാക്ക് ആണ് കേട്ടോ. ബ്ലാക്കിൽ വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് നെക്കിൽ കൊടുത്തേക്കുന്നത്. പിൻടെക്സ് നല്ലൊരു നെക്ക് പാറ്റേണോ കൊടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ല ഒത്തിരി ഡെപ്ത് അല്ല, എന്നാൽ നല്ല ഭംഗിയിലുള്ള ഒരു നെക്ക്. നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു നെക്ക് പാറ്റേണിലാണ് നെക്ക് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ. സ്ലിറ്റഡ് സ്ട്രെയിറ്റ് കട്ട് വിത്ത് ലൈനിങ് ആണ് വരുന്നത്. സ്ലീവ്സിനുള്ളിൽ ചെറിയൊരു വൈറ്റ് കളർ പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട്. 780 ആണ് റേറ്റ്. ഒരു ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് കോട്ടൺ സിൽക്ക് ഫാബ്രിക്കിൽ ചെറിയ വീവിങ് പാറ്റേണിൽ വന്നിട്ടുള്ള ഫാബ്രിക്കാണ്. വിത്ത് ലൈനിങ് വന്നിരിക്കുന്നത്. നെക്ക് വന്നിരിക്കുന്നുണ്ട്, കോളർ നെക്ക് വന്നിട്ട് ഇതുപോലെ നല്ല ഭംഗിയുള്ളൊരു നെക്ക് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു സെറ്റാണ്. ചെറിയൊരു പാച്ച് പോലെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള പാറ്റേൺ. സ്ലിറ്റഡ് സ്ട്രെയിറ്റ് കട്ടാണ്. അതിനകത്ത് വന്നിരിക്കുന്ന ഒരു സിൽവറും കോപ്പർ സറി വീവിങ്ങും കൂടിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കുറച്ച് സിൽക്കി കോട്ട ഫാബ്രിക്കിൽ തന്നെ വരുന്ന ദുപ്പട്ടാസ് ആണല്ലോ നമ്മൾ സൈറ്റിൽ ഇട്ടേക്കുന്നത്. അതിലേതെങ്കിലും കളേഴ്സ് വേണമെങ്കിൽ സിൽവർ കളറൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല. പിന്നെ ഒരു ഗോൾഡൻ കളറൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്താൽ ഇതിൻ്റെ കൂടെ നന്നായിട്ട് മാച്ചായി പോകും കേട്ടോ. റേറ്റ് വരുന്നത് 950 ആണ്. നെക്ക് പാറ്റേൺ കണ്ടോ, നല്ല ഫിനിഷിങ് സ്റ്റിച്ചിങ് ആണ്. സീം അലവൻസ് ഇട്ടിട്ടുണ്ട്. ഇതുപോലെ സ്ലീവ്സിനെല്ലാം ചെറിയൊരു കട്ടിങ് പോലെ കൊടുത്തു. സീം അലവൻസ് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് സ്പേസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. സ്ലീവ്സിൽ ലൈനിങ് കൊടുത്തിട്ടില്ല. ഇതുപോലെ ഫുൾ ലോക്ക് ചെയ്ത് ഫിനിഷിങ്ങിൽ ചെയ്തിട്ടുള്ള കുർത്തി. സ്റ്റൈലിഷ് ആയിട്ടുള്ള പാറ്റേൺ ആണ്. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ. ബ്ലാക്കിലും സിൽവറും കോപ്പർ സറിയും കൂടെ ഉള്ള വീവിങ് പാറ്റേണിലാണ് ആ ഒരു ഫാബ്രിക്കിൻ്റെ ഫുൾ പോയേക്കുന്നത്. നെക്ക് നല്ല ഭംഗിയുള്ളൊരു നെക്ക്. കോളർ നെക്ക് വന്നിട്ട് ഇതുപോലൊരു ഷേപ്പിലാണ് എടുത്തേക്കുന്നത്. സ്ലീവ്സിനുള്ളിൽ സിംപ്ലി ഒരു കട്ടിങ് പോലെ ഈ ഒരു ഷേപ്പിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. 950 ആണ് റേറ്റ്. സ്ലിറ്റഡ് സ്ട്രെയിറ്റ് കട്ടാണ് വരുന്നത്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ബ്ലാക്ക് ബോട്ടം വേണമെങ്കിൽ പെയർ ചെയ്യാം, ഗോൾഡൻ പെയർ ചെയ്യാം. അങ്ങനെ കോൺട്രാസ്റ്റ് കളർ കോമ്പിനേഷൻ ഇട്ടാലും നല്ലതാണ്. എല്ലാ ബോട്ടത്തിൻ്റെ റെഡി ടു ഡെസ്പാച്ച് ആയിട്ടുള്ളത് ലിങ്കും കൂടി സൈറ്റിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് നോക്കിയിട്ട് സൈറ്റ് ബുക്ക് ചെയ്യാം. അല്ല നിങ്ങൾക്ക് ഏതെങ്കിലും ബോട്ടംസ് സ്ട്രെയിറ്റ് പാൻറ്റ് ഏതെങ്കിലും കുർത്തീസിൻ്റെ കൂടെ വേണമെന്നാണെങ്കിൽ, അല്ലെങ്കിൽ ബോട്ടം മാത്രം വേണമെങ്കിലും നിങ്ങൾ സൈറ്റിൽ കയറിയിട്ട് കാറ്റഗറിയിൽ നോക്കിയാൽ മതി. സ്ട്രെയിറ്റ് പാൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറി ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ കളേഴ്സിൽ വരും. ഏതാണോ സൈസ് നോക്കിയിട്ട് ബുക്ക് ചെയ്യുക കേട്ടോ. കുർത്തി വരുന്നത് റയോൺ ലിവ ഫാബ്രിക്കാണ്. റയോൺ ലിവ നല്ല കംഫർട്ടബിൾ ഫാബ്രിക്കാണ്. അതിൽ 3 പീസ് പാനൽ കട്ടിങ്ങിൽ വന്നിട്ടുള്ള കുർത്തി. ഇതുപോലെ കോളർ നെക്ക് വന്നിട്ട് വി നെക്ക് പാറ്റേൺ. ഇതുപോലെ ഡീപ്പായിട്ടുള്ള വി ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലൊരു ഹുക്കും കൂടി പിടിപ്പിച്ചിട്ടുണ്ട്. ക്ലോസ്ഡ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് വരാൻ പറ്റും. ഞാൻ എപ്പോഴും മൈക്ക് ഇവിടെ വെക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഡീപ്പ് അറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് ഓപ്പൺ ചെയ്ത് കാണിച്ച്. ഇങ്ങനെ നല്ല ഡീപ്പായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാം, അല്ലെങ്കിൽ ബട്ടൺ ചെയ്യണമെങ്കിൽ അങ്ങനെ ഇടാൻ പറ്റുന്നതാണ്. 3 പീസ് പാനൽ, ചെറിയ ത്രെഡ് വർക്ക് ഓൾ ഓവർ കുർത്തിയിൽ പോയിട്ടുണ്ട്. എ ലൈൻ കട്ടിങ്ങിലാണ്, അതായത് വിത്തൗട്ട് സ്ലിറ്റ്. നല്ല കംഫർട്ടബിളായിട്ടാണ് ചെയ്തേക്കുന്നത്. സ്ലീവ്സ് സിംപ്ലി പോയിട്ടുണ്ട്. വിത്തൗട്ട് ലൈനിങ് ആണ്.
കോളനൊക്കെയാണ് വന്നേക്കുന്നത്. 999 ആണ് റേറ്റ്. 38 to 44 സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു ചെറിയ യെല്ലോ കളർ വർക്ക് ചെയ്തേക്കുന്നത്. യെല്ലോ ബോട്ടം പെയർ ചെയ്താലും നന്നായിട്ട് മാച്ച് ആയി പോകും കേട്ടോ. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലാക്ക് ഷെയ്ഡാണ്. റയോൺ ലിവ ഫാബ്രിക്, സെയിം വർക്ക്. ഈ പാറ്റേൺ എല്ലാവർക്കും ഇഷ്ടമുള്ള പാറ്റേൺ ആയതുകൊണ്ടാണ് ഇത് നമ്മൾ ഡിഫറെൻറ്റ് ഫാബ്രിക്കിൽ കൊണ്ടുവരുന്നത്. കോളനൊക്കെ വന്നിട്ട് വീനെക്ക് പാറ്റേൺ 3 പീസ് പാനലാണ്. അതുകൊണ്ട് തന്നെ നല്ല ഫ്ലെയർ ഉണ്ട്, എന്നാൽ ഒരു ഷേപ്പും ഉണ്ട്, വിതൗട്ട് സ്ലിറ്റും ആണ്. നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റും. 999 ആണ് റേറ്റ്. 38 to 44 സൈസാണ് അവൈലബിൾ. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതാണ് കളക്ഷൻസ്. ഇതിൽ ഏതെങ്കിലും വേണമെന്നാണെങ്കിൽ സൈറ്റ് വന്ന് ബുക്ക് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. യൂട്യൂബിലെ കാണുന്നെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സീ യു വിത്ത് അതർ വീഡിയോ. നമ്മുടെ സൈറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതെന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ID എന്ന് പറഞ്ഞാൽ www.glitzindia.in ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല, ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിൽ ഇവിടെ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാം. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. 3 ഓപ്ഷൻസാണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റലാണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും. അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് 2 പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക. നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പോൾ നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 ലൈൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ്, ന്യൂ അറൈവൽ, കാറ്റഗറി ഓരോന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടുന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണമെന്നാണെങ്കിൽ ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് ഡയറക്റ്റ് അവിടുന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ ടസർ അങ്ങനെ
കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ IDയിലേക്ക് മെയിൽ ചെയ്യാം. അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.